ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ റബ്ബറിനകത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ റബ്ബറും തോട്ടമൊക്കെ കാണിക്കാം. ഇതെൻ്റെ പപ്പയുടെ അനിയനാണ് അവിടെ നിന്ന് പോച്ചയൊക്കെ പിച്ചുന്നത് കേട്ടോ. ഇത് നമ്മുടെ മാത്രം റബ്ബറല്ല കേട്ടോ, എൻ്റെ പപ്പയുടെ അനിയന്മാരുടെ എല്ലാവരും കൂടെ റബ്ബറാണ്. ഇങ്ങനെ ഒരുമിച്ച് കിടക്കുകയാണ്. കുറേ ഉണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ താണ്ടെ ശരിക്കും എനിക്കിവിടെ ഇറങ്ങിയപ്പം ഭയങ്കര പേടി തോന്നി. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുഞ്ഞിലെയൊക്കെ കളിച്ച് വളർന്ന് നടന്ന സ്ഥലമാണ്. ഇപ്പം മുട്ടുവേദന കൊണ്ട് നടക്കാൻ ഭയങ്കര പാടുണ്ട്. അവിടെ കുണ്ടും കുഴിയായിട്ടൊക്കെ കിടക്കുകയല്ലേ. അങ്ങനെ നോക്കിയപ്പോൾ കണ്ട അമ്മ കുറച്ച് വിറകൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അമ്മ പിന്നെ ചുമ്മാ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോഴാണ് നേരെ ജോലിയാണ് അമ്മ. റബ്ബറിനകത്തെല്ലാം നല്ല പൈനാപ്പിൾ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയി, പശുവിനെയൊക്കെ കിട്ടി. അപ്പം ഇന്ന് നമ്മൾ വയലിൽ പോകണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇരുന്നതാണ്. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് വയലിൽ പോകാൻ പറ്റിയില്ല. അടുത്ത തവണ വയലിൽ പോയി മക്കളെ കാണിക്കുകയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇതൊരു റബ്ബറിൻ്റെ കായാണ് കേട്ടോ. ഇത് പച്ചയാണ്. ഇത് ഉണങ്ങി പൊട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് ഇതിനെക്കൊണ്ട് എന്തൊക്കെയോ ഉപയോഗങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അതിനിടയ്ക്കൂടെ അവിടെ ഭയങ്കര കൊതുവാണ്, കൊതുവും കുത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ പൈനാപ്പിൾ തൈയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും പോയത് കൊച്ചപ്പയുടെ വീട്ടിലോട്ടാണ്. അവിടെ എല്ലാം നമ്മുടെ കൊച്ചപ്പന്മാരാണ് താമസിക്കുന്നത്, അവിടോട്ടാണ് പോയത്. അപ്പോൾ ഈ കാണുന്ന ഈ ചെടി കണ്ടില്ലേ, ഈ ചെടി ശരിക്കും നമ്മളിവിടെ ചെടിച്ചട്ടിയിലൊക്കെ വെക്കുന്ന ചെടിയാണ് കേട്ടോ. പക്ഷേ അവിടെ റിവറിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചപ്പയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അടുത്ത പട്ടിക്കുട്ടി ഇങ്ങനെ അവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അതിൻ്റെ മുറ്റത്തൊരു ചാമ്പ നിൽപ്പുണ്ട്. ഒരുപാട് ചാമ്പയ്ക്കുണ്ട്. മഴയാണ്ട് ഇഷ്ടം പോലെ ചാമ്പയ്ക്ക് ഇങ്ങനെ പൊഴിഞ്ഞ് താഴെയും വീണിട്ടുണ്ട്. 2-3 ചാമ്പയ്ക്കൊക്കെ ഞാൻ മുറിച്ച് നോക്കിയപ്പോഴത്തെ പുഴുവായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ കുറച്ചൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.